ശ്രീ കെ രാജൻ, എന്തായാലും ഈ പിറന്നാൾ സമയത്ത് നമ്മളോടൊപ്പം ചേരുമ്പോൾ നിശ്ചയമായും ചില രാഷ്ട്രീയ ചോദ്യങ്ങളും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. ഈ 2024 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണമായി താങ്കൾ വരുന്ന പാർട്ടിയുടെ വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിമർശനമെന്ന് പറയുന്നത് ഈ സർക്കാർ അൺപോപ്പുലർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ചോദ്യം ഇതാണ്, താങ്കൾ ഈ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോൾ തന്നെയും താങ്കൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം. എന്തെങ്കിലും കാരണത്താൽ ഈ സർക്കാർ അൺപോപ്പുലർ ആയിരിക്കുന്നു എന്നൊരഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിലുള്ള നിരീക്ഷണം നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾ 5 പേരും ഉള്ളപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ ഈ ഘട്ടത്തിൽ കേൾക്കുകയും കാണുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശക്തമായിട്ടുള്ള നിരീക്ഷണം നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഞാനത് ആദ്യമേ പറയാനുള്ള കാരണം, ഇനി പ്രതികരിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ഉണ്ണിയെ വിളിച്ച് സംസാരിക്കണം എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അത് സാധ്യമാകാത്തതുകൊണ്ട് 14ാം വർഷത്തിൽ തന്നെയുള്ള ഈ ചടങ്ങിൽ വെച്ചത് പറയുകയാണ്. നല്ല നിരീക്ഷണം അക്കാര്യത്തിൽ നടത്തുകയുണ്ടായി. കേരളത്തിലെ ഗവൺമെൻറ് അൺപോപ്പുലറായി എന്ന വിധത്തിലുള്ള ഒരഭിപ്രായവും മന്ത്രിയായതുകൊണ്ട് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം എന്ന വിധത്തിൽ എനിക്കില്ല എന്ന് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഗവൺമെന്റിനോട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ മുൻഗണനാക്രമങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണം എന്ന അഭിപ്രായവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിമർശനങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആവശ്യമുള്ളതെടുക്കാനും ആവശ്യമില്ലാത്തത് തള്ളിക്കളയാനുമൊക്കെയുള്ള മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ നടത്തിയ വിലയിരുത്തൽ എന്താണ് എന്ന് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം തുറന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും പറയും. കാരണം ഞങ്ങൾക്കത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്, ഈ പാർട്ടിയുടെ നിലപാടും ഈ പാർട്ടിയുടെ അഭിപ്രായവും എന്താണെന്ന്. സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെന്റിന്റെ മുൻഗണനാ ക്രമങ്ങൾ കുറെ കൂടി ഗൗരവത്തോടെയാകണം എന്ന് വിവിധങ്ങളായ കമ്മിറ്റികളുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മിറ്റിയിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഏതെങ്കിലും ഒരാളോ രണ്ടാളോ പറഞ്ഞതാണെങ്കിൽ പോലും തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയുക എന്നൊരു പൊതു സമീപനം മാധ്യമങ്ങൾ വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2024 പരാജയം വളരെ ഗൗരവത്തോടെ തന്നെ ഈ ഗവൺമെന്റ് കാണുകയും കേരളത്തിൽ ആ ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടികൾ ഏറെ ഗൗരവത്തോടെ ആ കാര്യം എടുക്കുകയും സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിലൊരു തർക്കവും ഉണ്ടാകുന്നതല്ല. ഞാനൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ 2019 കടുത്ത തോൽവിക്ക് ശേഷം മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയും CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവിലും ഉള്ള പാർട്ടി കമ്മിറ്റികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊന്ന് വായിച്ചു നോക്കി. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ആർക്കൈവീസുകളിൽ അതെല്ലാവർക്കും ലഭ്യമാണ്. ഉണ്ണിക്കും വളരെ എളുപ്പത്തിൽ അത് ലഭ്യമാകും. ആ വാർത്തകളൊന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നതിന് സമാനമായത് ചിലപ്പോൾ അതേ ആളുകൾ തന്നെ ഓരോ കമ്മിറ്റിയിലും ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തി എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ഇന്നെന്താണോ നടത്തിയ അഭിപ്രായം അതുതന്നെ പറയാൻ ഇടവന്നിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫെഡറൽ സംസ്ഥാനത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിലപാടുകൾ കൂടിയെടുക്കുന്നതോടെ അത് കുറച്ചുകൂടി ഗൗരവമായി വരുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുൻഗണന പാലിക്കാനും തയ്യാറാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.